ഹായ് ഹലോ, ഇന്നൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയാലോ. ഇതിന് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ആ പൊടിച്ച പഞ്ചസാര നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക, 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. സാധാരണ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നത് പോലെയല്ല കേട്ടോ, ഇത് ഭയങ്കര എളുപ്പമായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാം പാടൊന്നും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് ഈ മിക്സിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാലൊന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ചൂടോടുകൂടി തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ തന്നെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം തന്നെ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് കേട്ടോ എനിക്കെടുത്തത്. ആ ഒരു സമയമാകുമ്പോഴേക്കും കേക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഐസിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഐസിങ് ചെയ്തെടുക്കുന്നത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടല്ല കേട്ടോ, ബട്ടർ ക്രീം വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് പഞ്ചസാര ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 200 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ എടുക്കാനായിട്ട്. ബട്ടർ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ 2 കപ്പ്, അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതെല്ലാം പാടെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അതാ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്രീമിൽ നിന്നും കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ക്രീമിൻ്റെ കളറ് ഇതുപോലെ ഒന്ന് ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ ക്രീമും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ക്രീമും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കിൽ ക്രീം തേക്കാം. കേക്കിൻ്റെ മേൽഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 2 പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പീസിലേക്ക് ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ കേക്കിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിതുപോലെ ക്രീം പുരട്ടി കൊടുത്താൽ മതി. ഇനി അടുത്ത ബാച്ച് ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം തേക്കുന്ന പോലെ അത്രയും ക്രീം നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തിൻ ലെയറായിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കേക്ക് മുഴുവനായിട്ടും ക്രീമൊക്കെ തേച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഡിസൈന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒരു 4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. 4 മണിക്കൂറിന് ശേഷം കേക്കൊക്കെ അതാ പുറത്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ടേസ്റ്റിയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണെന്നുള്ളത്. ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എത്രത്തോളം സൂപ്പറാണ് ഈ കേക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ സാധാരണ കേക്കിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് കേട്ടോ ഈ കേക്കിന് വന്നിട്ട്.
അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻറ്റ് എഴുതി അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.